ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടർ ഷെയർ ഫിലിമോറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ആദ്യ പാഠഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വണ്ടർ ഷെയർ ഫിലിമോറ. പക്ഷെ ഞാനിപ്പം എൻ്റെത് ഒറിജിനലാണ്. അപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും, കണ്ടോ, എൻ്റെ അക്കൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഫിലിം സ്റ്റോക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് വാങ്ങിക്കാം. അതേപോലെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ പല പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ആദ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ വേണമെന്നില്ല, നിങ്ങൾ അല്ലാതെ തന്നെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ റെൻഡർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ നോർമലി വരുന്നത് ഒറിജിനൽ. അപ്പൊ ഒറിജിനൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു അക്കൗണ്ടിന്റെ സെറ്റിംഗ്സിൽ ഇങ്ങനെ ഒരു ചിഹ്നവും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സ്പെഷ്യൽ ഓഫറും എന്താണ് ലിമിറ്റഡ് ടൈം ഓഫറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് കുറെ നാളായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഉപയോഗിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അത് പോരാഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള അസറ്റ്സ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് പ്രീമിയറിൽ നിന്ന് സ്വല്പം ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ആണ്. അപ്പൊ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്വല്പം ഒന്ന് ബുദ്ധിമുട്ടായിരുന്നു വർക്ക് ചെയ്യാൻ. നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ വ്യൂവർ എന്ന് പറയുന്നത്. ഇത് പ്രീമിയറിലെ പോലെ തന്നെ ഇതാണ് നമ്മുടെ ടൈം ലൈൻ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മീഡിയ ആൻഡ് എഫക്ട്സ് ഹിയർ ടു ക്രിയേറ്റ് എ വീഡിയോ. അപ്പൊ ഞാനൊരു വീഡിയോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് വീഡിയോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കഴിയുമ്പോൾ നോക്കിയേ, ഇപ്പൊ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ടൈം ലൈൻ വഴി നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അടിക്കുമ്പോൾ കണ്ടോ, മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടൂൾസിലോട്ട് പോവാം. വളരെ ബേസിക് ആയിട്ടുള്ള ടൂൾസ്. അതിന് മുന്നേ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. നോക്കിയേ, വീഡിയോ. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇതാ എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ടോപ്പിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആസ് പ്രീമിയർ പോലെ തന്നെ. ഈവൻ നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാമെങ്കിലും പ്രശ്നമില്ല, ഞാൻ വളരെ ബേസിക് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടോപ്പ് കണ്ടോ, വീഡിയോ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓഡിയോ. മൂവ് ചെയ്ത് പോകുന്ന അനുസൃതമായിട്ട് അതിൻ്റെ അകത്ത് വീഡിയോ ഓഡിയോയും ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ഇതും ഓക്കെ ആണെന്നുള്ള രീതിയാണ്. പ്രീമിയർ തന്നെയാണ് ബെറ്റർ, പക്ഷേ ഇതും എനിക്ക് ഓക്കെ എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാനിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുക, ഓൾട്ട് ഹോൾഡ് ചെയ്യുക, കീബോർഡിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ കണ്ടോ, ഇതിന്റെ അകത്ത് ഒരു ഒരു ക്ലിപ്പും കൂടെ വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോപ്പിലിടാം, അതിന്റെയും ടോപ്പിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെയും ടോപ്പിലിടാം. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു മിഡ് ലൈനിനെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റി എന്ന് തന്നെയാണ്. ഇതും സെയിം തന്നെയാണ്. ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇപ്പം വോളിയൂം ആണുള്ളത്, കണ്ടോ, വോളിയൂം. അപ്പൊ ഒപ്പാസിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിന്റെ ആക്ച്വലി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതിന്റെ അകത്ത് ഓഡിയോ എന്നൊരു കൺസെപ്റ്റാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റാച്ച്ഡ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് കൺട്രോൾ ഓൾട്ട് ഡി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഓഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഓഡിയോ ഇങ്ങനെ വന്നു, യൂസർ ഗൈഡ്. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതായത് കണ്ടോ, ഇവിടെ നമുക്ക് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ ആ ഒരു ലൈൻ ഇപ്പൊ കാണുന്നുണ്ടോ, ഒപ്പാസിറ്റിയുടെ ലൈൻ ഇല്ല. പക്ഷെ എനിക്ക് ഒപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം ദാ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ബേസിക് ഉണ്ട്, മാസ്ക് ഉണ്ട്, AI ടൂൾ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തേക്ക് കുറച്ച് എക്സ്ട്രാ ടൂൾസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്പീഡ് ഉണ്ട്, കളർ ഉണ്ട്, വീഡിയോ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബേസിക് ഉള്ള കാര്യത്തിൽ നിന്ന് തന്നെ പോവാം. അപ്പൊ അതുപോലെ തന്നെ ഫുൾ ക്വാളിറ്റി ഇതുണ്ടോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 1/4 1/2 ഉണ്ട്. പകുതിയാണെങ്കിലും ഇത് ക്വാർട്ടർ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നോക്കിയപ്പോ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് മൂവ് ആവും. പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഫുൾ ക്വാളിറ്റി ഇട്ടിട്ട് നമുക്ക് റെൻഡർ ചെയ്യാം. ഓക്കെ, റെൻഡറിങ്ങിന്റെ കാര്യം അവിടെ നിന്നോട്ടെ. ഞാനിപ്പോ പ്ലേ ചെയ്യുന്ന സമയം നിങ്ങൾ കാണുന്നുണ്ടോ, ജസ്റ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. മീൻസ് ഈ രണ്ട് രീതിയിലുള്ള ഒരു ഡിവിഷൻ തന്നെയാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്കോപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വീഡിയോ സ്കോപ്സ് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. തൽക്കാലത്തേക്ക് അത് അവിടെ നിന്നോട്ടെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു മെനു എന്താണെന്നുള്ള കാര്യം മാത്രമേ ഇപ്പൊ ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കോപ്പി എടുക്കുന്ന പഠിച്ചു. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ഒരു കാര്യം, ഒപ്പാസിറ്റി എന്ന് പറയുന്ന കാര്യം. ഇതിന്റെ അകത്ത് നമുക്ക് ഒപ്പാസിറ്റി
കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒപ്പാസിറ്റി ഉണ്ട്, നോക്കിയേ കണ്ടോ. ഒപ്പാസിറ്റി നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഒപ്പാസിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് മോഡിന്റെ താഴെയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ ഇവിടെ ഒരുവട്ടം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ നോക്കിയ വിൻഡോ, അപ്പൊ കളറിൽ പോയിട്ട് എന്റെ ഒപ്പാസിറ്റി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല, സ്പീഡിൽ പോയിട്ട് ഒപ്പാസിറ്റി കിട്ടത്തില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഒപ്പാസിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഒപ്പാസിറ്റി ഈ ബ്ലെൻഡിങ് മോഡിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. അത് വീഡിയോയ്ക്കകത്ത് പോകുന്നുള്ളതേ ഉള്ളൂ, അതിന്റെ അകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന്റെ അകത്ത് ഞാൻ കീ ഫ്രെയിം ഇടുന്ന ഒരു സെറ്റപ്പ് കൂടെ പറഞ്ഞുതരാം. അപ്പൊ ഒപ്പാസിറ്റി ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പൊ ഒരു കീ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്ത് വീണ്ടും നിങ്ങൾ ഒപ്പാസിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ കീ ഫ്രെയിം അനുസൃതമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒപ്പാസിറ്റി കുറഞ്ഞതായിട്ട് കാണാം. ഇനി ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ ഒപ്പാസിറ്റി മൂവ് ചെയ്യും. കാരണം എന്താണ്, കീ ഫ്രെയിം ഇത്ര ദൂരെയാണ്, നമുക്ക് സ്വല്പം ഒന്ന് അടുപ്പിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇതെല്ലാം ആക്ച്വലി പ്രീമിയറിന്റെ കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ആ ഒരു ലൈൻ എന്നൊരു കൺസെപ്റ്റിന്റെ അത് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ ഇട്ട് ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് രണ്ട് സെയിം ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ ഇതിനെ കട്ട് ചെയ്യാൻ, അതായത് ഒരു ക്ലിപ്പിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക, സെലക്ട് ചെയ്യുക, കൺട്രോൾ ബി. ഓക്കെ, കൺട്രോൾ ബി അടിക്കുമ്പോൾ ഇതിന്റെ അകത്ത് കട്ട് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റിൽ പോയിട്ട് കട്ട് നോക്കിയേ, കൺട്രോൾ എക്സ് ആണ്. അപ്പൊ കൺട്രോൾ ബി അടിച്ച് നമുക്ക് കട്ട് ചെയ്യാം. കൺട്രോൾ എക്സും കൂടെ നോക്കാം, കൺട്രോൾ എക്സ് മൊത്തത്തിൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെന്താണ്, ഇവിടെ കൊണ്ടുവച്ചിട്ട് കൺട്രോൾ ബി അടിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പ് കട്ടാവും. ഓക്കെ, ആ ഒരു ഇത് മൊത്തത്തിൽ കട്ടാവും, മീൻസ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇതിന്റെ അകത്ത് കട്ട് ടൂൾ ഉണ്ട്, ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, സാധാരണ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല, ഷോർട്ട് കട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ പ്രൊജക്ടിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പുറത്ത് ക്ലിക്ക് ചെയ്യുക, ഏതാണ് ഇതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്ട് നെയിം, റെസൊല്യൂഷൻ കണ്ടോ, 25 ഫ്രെയിംസ് പെർ സെക്കൻഡ്, ഡ്യൂറേഷൻ, തമ്പനയില് പ്രോപ്പർട്ടിയാണ് തമ്പനയിൽ. നമുക്ക് ഏത് തമ്പനയിൽ വേണം, നമുക്ക് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തമ്പനയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് തമ്പനയിലും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്താ നോക്കിയേ, അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് തമ്പനെയിൽസ് ഉണ്ട് കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ടെംപ്ലേറ്റ് കണ്ടോ, ഇതിന്റെയൊക്കെ ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് യൂട്യൂബ് ബ്ലോഗാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്ളോഗിന് ഇപ്പൊ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ആണെങ്കിൽ ബ്രാൻഡ്, ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ, ഫാഷൻ, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ. യുവർ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞ് വ്ളോഗ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അതിനെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതായിരിക്കും എന്റെ തമ്പനെയിൽ ഞാൻ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫുട്ടേജിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ഫുട്ടേജ് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അത് ഇമ്പോർട്ട് മീഡിയ ഉണ്ട് കണ്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഒരു ഫുട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഫുട്ടേജിന് പകരം തൽക്കാലത്തേക്ക് ഒരു അല്ലാത്തൊരു എന്താണ് ഒരു പിക്ചർ എടുത്തു. പിക്ചർ മൂവ് ചെയ്ത് ഇവിടെ ഇട്ടാലും സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനിയാണ് ഇതിന്റെ ഹൈലൈറ്റ് സംഭവം എന്ന് പറയുന്നത് ട്രാൻസിഷൻ. പ്രീമിയറിലും ട്രാൻസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇതിന്റെ അകത്ത് ഒരു ട്രാൻസിഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടോ ട്രാൻസിഷന്റെ അകത്ത് കണ്ടോ ട്രെൻഡിങ്, ഡിസോൾവ്, പല പല ട്രാൻസിഷൻസ് ഉണ്ട്. റാപ്പ്, സൂം, ഇപ്പൊ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇതിന്റെ ഇടയിൽ വരുമ്പോൾ സ്വല്പം സമയം എടുക്കും, കാരണം ഇതെല്ലാം ഓൺലൈൻ കണ്ടന്റ് ആണ് വരുന്നത്. ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതാ ജസ്റ്റ് ഇതാ ഈ ഒരു എഫക്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാം മൊബൈലിലും ഇതേ സെയിം സംഭവം നമുക്ക് മൊബൈൽ അവൈലബിൾ ആണ്. ആ മൊബൈലാണെങ്കിലും നമുക്ക് സെയിം ഇന്റർഫേസ് തന്നെയാണ്, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ട്രാൻസിഷൻ മോഡ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രിഫിക്സ്. അപ്പോൾ ഓരോ രീതിയിൽ അത് ഇതാകുമ്പോൾ ഫസ്റ്റ് ഇതിൽ വന്നുകൊണ്ടോ, ഇതാകുമ്പോൾ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ മിഡിലിൽ വരാം, പോസ്റ്റ് ഫ്രിക്സ് ആണെങ്കിൽ അടുത്ത ഏരിയയിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ ഒരു കോപ്പിയും കൂടെ എടുത്ത് ഞാൻ ഇവിടെ കൂടെ ഇട്ടു. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വേറെ ടൈപ്പ് ഓഫ് ഗ്ലിച്ച് ബോക്സസ് എന്ന് പറഞ്ഞ ട്രൈ ചെയ്തിടാം. ഫൈൻ, അപ്പൊ ഞാനിപ്പോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബോക്സസ് കൂടെ ഉണ്ടോ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താണ് ആക്ച്വലി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പൊ ഇതിലോട്ടാണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത്, എഡിറ്റിംഗ് കൺസെപ്റ്റിൽ ഇതിലോട്ടാണ് ഞാൻ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനിപ്പോ യൂസർ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞു. ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഇതിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഇതിലോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റത്തില്ല. നോക്കിയേ, ഓൾ അടിച്ചു കൊടുത്ത കൊമേഴ്സ്യൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ അകത്ത് ആ ഒരു സംഭവം ഇതിന്റെ അകത്ത് എടുക്കാൻ പറ്റത്തില്ല. ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഒരു സിമ്പിൾ കിടക്കുന്നുണ്ടോ, ഈ സിമ്പിൾ ഇട്ട
ഞാൻ ഇപ്പോൾ ഡ്രാഗ് ചെയ്തതിൽ ഇട്ടെന്ന് വെച്ചോ. സിമ്പിൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ റെൻഡർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതാ എക്സ്പോർട്ട് അടിച്ച് ചുമ്മാ ഞാൻ റെൻഡറിങ് കാണിച്ചു തരണം, പിന്നെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് കൊടുക്കുന്ന നോ ഫിലിമോറ ക്രിയേറ്റീവ് അസെറ്റ് ഫെയ്ഡ് ഡിസോൾഡ്. അപ്പൊ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇതിനെ പേ ചെയ്ത് വാങ്ങിക്കുക 7 ദിവസത്തെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് പെയ്ഡ് അസെറ്റ് റിമൂവ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് കംപ്ലീറ്റും ഈ ഒരു ഇത് വെച്ചാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാനത് ചെയ്ത് ഓട്ടോ ഹൈലൈറ്റ്സ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഹൈലൈറ്റ്സ് ഉൾപ്പെടെ എല്ലാം നമുക്ക് റെൻഡർ ചെയ്ത് തരും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഓപ്പൺ ഫോൾഡർ കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഓട്ടോ ഹൈലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏതാണ് ഇപ്പൊ ഞാൻ റെൻഡർ ചെയ്തത് അതായിരിക്കും അതിന്റെ ഡിസ്പ്ലേ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ കാണുന്നത് അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ഞാൻ 2 ദിവസത്തിൽ ഒരിക്കൽ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, കറക്റ്റ് ആയിട്ട് അത് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കൂടുതൽ വണ്ടർഷെയർ ഫിലിമോറയുടെ ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് കാണാം. ദെൻ ഗുഡ് ബൈ.